ഖുറാനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജബ്ബാർ രണ്ടായത്തുകൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും 4-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് നിസായിൽ നിന്ന് തന്നെയാണ്. 82 ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ്, അതായത് വലൗ കാന മിൻ ഇന്ദിൽ ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ, ഇതാണ് 82-ാമത്തെ ആയത്ത്. ഇത് ഉദ്ധരിച്ചു കൊണ്ടാണ് ജബ്ബാർ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി, തുടർന്ന് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം മറ്റ് 2 ആയത്തുകൾ എടുത്തിട്ടുള്ളത്. ആ ആയത്തുകൾ എന്ന് പറയുന്നത് 78-ാമത്തെ ആയത്ത്, 78-ഉം 79-ഉമാണ്. അതിലെന്താണ് അത് വൈരുദ്ധ്യമെന്നല്ലേ? വയിൻ തുസിബുഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇന്ദില്ലാ, അവർക്ക് വല്ല നന്മയും കൈവന്നാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവർ പറയും. വയിൻ തുസിബുഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇന്ദിക, അവർക്ക് വല്ല പ്രയാസവും വന്നുപെട്ടാൽ ഇത് നിൻ്റെ കാരണത്താലാണ് ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കും. അതിന് എന്താണ് പിന്നെ അതിൽ ഇവരുടെ വാദഗതിയായിട്ട് പറയുന്നത്, അത് നിഷേധികളുടെ കാര്യം അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ ഒക്കെ കാര്യമായിട്ട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു കുല്ലും മിൻ ഇന്ദില്ലാ, അവരോട് നീ പറയേണ്ടത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ്. ഇതാണ് 78-ാമത്തെ ആയത്തിലുള്ളത്. 79-ാമത്തെ ആയത്തിലുള്ളത് മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹി വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, നിനക്ക് എന്ത് നന്മ കൈവന്നാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നിനക്ക് വരുന്ന തിന്മ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അത് നിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് അർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദാന, താങ്കളെ നാം നിയോഗിച്ചത് മനുഷ്യരിലേക്കുള്ള റസൂലായിട്ടാണ്, സാക്ഷിയായിട്ട് അള്ളാഹു മതി. ഇത് വച്ചിട്ടാണ് ജബ്ബാർ ഇതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആനാണോ തെറ്റുപറ്റിയിട്ടുള്ളത് അത് ജബ്ബാറിനാണോ എന്ന് പരിശോധിച്ചാൽ കാണാവുന്നൊരു കാര്യം, ജബ്ബാർ പറയുന്ന ഈ മണ്ടത്തരം ഈ ഖുർആൻ അവതരിച്ച പശ്ചാത്തലം അല്ലെങ്കിൽ ഇങ്ങനൊരു ആയത്ത് അവതരിക്കാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അടക്കം, മുനാഫിക്കുകളടക്കം, അതിന് നിഷേധികളും മുനാഫിക്കുകളും ഒക്കെ ഏതാണ്ട് തുല്യരാണ്. അവർ പറഞ്ഞിരുന്നത് അവർക്ക് കൈവരുന്ന നേട്ടങ്ങൾ അത് അവരിലേക്ക് ചേർത്ത് തങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാടിൻ്റെ താല്പര്യം അല്ലെങ്കിൽ തേട്ടമനുസരിച്ചാണ് ആ നന്മ ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ളത്. എന്നാൽ വല്ല വിഷമവും വരുമ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താണ്, ഇതിനൊക്കെ ഉത്തരവാദി മുഹമ്മദാണെന്നാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും അതാത് പ്രവാചകന്മാരുടെ എതിരാളികൾ, ശത്രുക്കൾ ആ കാലഘട്ടങ്ങളിലൊക്കെ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ നാട്ടിൽ സാധാരണഗതിയിൽ പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു നാട്ടിൽ സത്യത്തിൻ്റെ ആളുകളും അസത്യത്തിൻ്റെ ആളുകളും തമ്മിൽ തർക്കം ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ സത്യത്തിൻ്റെ നന്മയുടെ നീതിയുടെ ആളുകളെ അരികുപറ്റിക്കാൻ വേണ്ടി, അവരെ തോൽപ്പിക്കാൻ വേണ്ടി എതിരാളികൾ പറയുന്നൊരു പ്രയോഗമാണ്, ഇതിനൊക്കെ നിങ്ങളാണ് ഉത്തരവാദികൾ, നിങ്ങളുടെ ഈ കുരുത്തക്കേട് കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ വന്നു പെട്ടിട്ടുള്ളത് എന്നായിരിക്കും അവർ വാദിക്കാം. ഇത് തന്നെയാണ് ഇവിടെ പ്രവാചകന്മാരോട് അവരുടെ എതിരാളികളും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ വന്നുപെടുന്ന എല്ലാ ശകുനങ്ങൾക്കും അല്ലെങ്കിൽ ഈ ദുര്യോഗങ്ങൾക്കൊക്കെ കാരണക്കാർ നിങ്ങളാണ്, നിങ്ങൾ വന്നതോടുകൂടിയാണ് ആകെ നാട് നശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിവിടെ യുക്തിവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ലോകത്ത് ഉള്ള എല്ലാ നാശത്തിനും കാരണം ഇസ്ലാമാണ് എന്നാണല്ലോ ജബ്ബാർ പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള അന്ധവിശ്വാസികൾ, ബൗദ്ധവിശ്വാസികളുടെ അതേ വിശ്വാസവും ധാരണയും തന്നെയാണ് ഇവിടെ യുക്തിവാദി എന്ന് സ്വയം മേനി പറയുന്ന ജബ്ബാറും അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജബ്ബാർ പറയുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുക
എന്നുള്ളതാണ് ലോകം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്നാണ്. ഇത് കേട്ടാൽ തോന്നുക ലോകത്തുള്ള എല്ലാ നാശങ്ങളും വരുത്തി വെക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ്. ഇവിടെ ട്രംപും കൂട്ടരും നെതന്യാഹുവും കൂട്ടരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റാലിന് അതുപോലെ ഹിറ്റ്ലർ തുടങ്ങിയുള്ള ഭീകരവാദികളും ദുഷ്ടന്മാരുമായിട്ടുള്ള ആളുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങളും മനുഷ്യത്വഹീനമായിട്ടുള്ള സംഗതികൾ ഇതിനെപ്പറ്റിയൊന്നും ഇവർക്കൊന്നും പറയാനില്ല. പറഞ്ഞാൽ തന്നെ അവരൊക്കെ എത്തിപ്പെടാതൊക്കെ ഇസ്ലാമിൻ്റെ കുഴപ്പമായിരിക്കുന്നതായിരിക്കും. ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാറ്റിനും കാരണം അത് മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ളതാണ്, ലോകത്തെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നുള്ളത് ജബ്ബാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ ശബ്ദത്തിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആയത്തുകൾ ഇറങ്ങിയ പശ്ചാത്തലം ഏതാണ്? ഇത് മനസ്സിലാക്കാതെയാണ് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെയാണ് ഇവിടെ ജബ്ബാർ ഇങ്ങനെ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ ആയത്തുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം താങ്കൾ ആണ് ഞങ്ങളുടെ ഈ എല്ലാ ദുര്യോഗങ്ങൾക്കും കാരണം. ഇത് പറയുമ്പോഴാണ് ഖുർആൻ അവരോട് പറയുന്നത് ഒരു കാര്യമുള്ളത്, അവരോട് നീ പറയേണ്ടത് കുല്ലും ഇന്ദില്ല. അവരുടെ ഈ വാദം അനുസരിച്ച് അത് വസ്തുതയായിട്ടൊരു ബന്ധവുമില്ല. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ആയിട്ട് വന്നത് കൊണ്ടല്ല, ഇവർക്കും മുഹമ്മദ് നബിക്കും ഒന്നും നന്മയോ തിന്മയോ കൈവരുന്നത്. അവിടെയാണ് കുല്ലും ഇന്ദില്ല, ഇതിൻ്റെ ഒക്കെ തീരുമാനം അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണെന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ മനുഷ്യൻ്റെ ഈ ലോകത്ത് തന്നെയുള്ള ക്ഷേമവും ക്ഷാമവും ഐശ്വര്യവും ഐശ്വര്യമില്ലായ്മയും ദാരിദ്ര്യവും ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് കൃത്യമായ കണക്ക് അള്ളാൻ്റെ അടുത്തുണ്ട്. മനുഷ്യൻ അവൻ ചെയ്തു കൂട്ടുന്ന അനർത്ഥങ്ങളാണ് ഇതിനൊക്കെ കാരണം, അല്ലാതെ ഇത് അള്ളാഹു വരുത്തി വെക്കുന്നതല്ല എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. മാ സാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹി വമാ സാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ കാലഘട്ടത്തിൽ പറയാൻ കഴിയും. ഉദാഹരണത്തിനെടുത്താൽ ഗസയിലെ ആളുകൾ പട്ടിണി എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവിടെ രണ്ടാലൊന്നേ തീരുമാനിക്കാൻ പറയാനുള്ളൂ. ഒന്നുകിൽ അത് നെതന്യാഹുവിൻ്റെ ജൂത രാഷ്ട്രം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിക്കുന്നു. അവിടേക്ക് കടന്നു വരേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ മരുന്നിൻ്റെ പോലുള്ള എല്ലാറ്റിൻ്റെയും വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നു. അഥവാ ആരെങ്കിലും വന്നാൽ അവരെ പിടികൂടുകയും ചിലപ്പോൾ അവരെ കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യണം? അള്ളാഹു ഇറങ്ങി വന്നിട്ട് നെതന്യാഹുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കണമോ? അങ്ങനെ ഒരു തീരുമാനമാണോ അള്ളാഹു എടുക്കുക? ഇവിടെയാണ് ജബ്ബാർ പറയുന്ന ഈ ഇച്ഛ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പ്രശ്നം വരുന്നത്. ഇവിടെ അള്ളാഹു ഒരിക്കലും ഇറങ്ങി വന്നിട്ട് മനുഷ്യൻ്റെ ചെയ്തികളിൽ ഇടപെട്ടിട്ട് അത് മാറ്റാന്നുള്ളത് അള്ളാഹു ചെയ്യുന്ന സംഗതിയല്ല. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. മനുഷ്യരുടെ രീതികളും ശീലങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ മാറണമെങ്കിൽ അത് നന്മയിലേക്കുള്ള മാറ്റാനും തിന്മയിലേക്കുള്ള മാറ്റമായാലും അത് അവർ തന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോഴേ നടക്കുള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കൂട്ടർക്ക് നന്മ ഉണ്ടാവുന്നതിന് മറ്റൊരു കൂട്ടർ ആണോ കാരണക്കാർ, അതോ അത് അള്ളാഹുവിൻ്റെ നിശ്ചയമായി അനുസരിച്ച് നടക്കുന്നതാണോ? ഇതാണ് ആദ്യത്തെ ആയത്തിലുള്ള ചർച്ച പറഞ്ഞത്. അപ്പോൾ ഒരു കൂട്ടർക്ക് നന്മ വരുന്നത് അല്ലെങ്കിൽ തിന്മ വരുന്നത് അതിന് മറ്റൊരു കൂട്ടർ കാരണക്കാരല്ല. അതായത് മറ്റേ കൂട്ടർ നന്മയുടെ മാർഗത്തിൽ ചലിക്കുന്നു, നന്മ ഉപദേശിക്കുന്നു എന്നതല്ല അതിനെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് ദോഷം വരാനുള്ള കാരണം എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്.
അതേ അവസരം പറയാമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളുമാണ് ഇവർക്ക് ഈ ദോഷം വരുത്തി വച്ചിട്ടുള്ളത്, അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്നാണെങ്കിൽ അപ്പോൾ അത് മുഹമ്മദ് നബിയുടെ തലയിൽ വെച്ച് കിട്ടാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സമൂഹത്തിൽ വന്നിട്ട് ഇതുപോലും മദീനയിലാണ് നടക്കുന്നത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മദീനയിൽ ഈ മുനാഫിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയിലാണിത് പറയുന്നതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകൾക്കെതിരിൽ വല്ല ഗൂഢാലോചന നടത്തിയിട്ട് അവരെ കൊല്ലാനോ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുത്താനോ ശ്രമിച്ചിട്ടുണ്ടോ? അതിന് ഒരു തെളിവും ആർക്കും സമർപ്പിക്കാൻ സാധ്യമല്ല, ജബ്ബാറിനും കയ്യിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു സംഗതിയുടെ പേരിൽ നബിയെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് മറുപടി എന്നുള്ള ആൾക്കാണ് ഒമാസാബക്കമിൻ സയ്യാത്തിൻ ഫമിൻ നഫ്സിക ഒമാസാബഹും മിൻ സയ്യാത്തിൻ ഒമാസാബക്കമിൻ സയ്യാത്തിൻ ഫമിൻ നഫ്സിക എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനും അവൻ അനുഭവിക്കുന്ന നന്മ തിന്മകൾ അല്ലെങ്കിൽ ക്ഷേമങ്ങൾ, ദുസ്ഥിതിയും സുസ്ഥിതിയും, ഇതൊക്കെ മനുഷ്യന് തന്നെ അവൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് അവന് സുസ്ഥിതി ഉണ്ടാവുക, എന്ത് ചെയ്താലാണ് ദുസ്ഥിതി ഉണ്ടാവുക, ഈ സംഗതികൾ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ചതിനനുസരിച്ച് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കണമെന്നാണ് ഖുർആൻ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിൽ ജബ്ബാർ പറയുന്ന മാതിരിയുള്ള ഒരു വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഒരു കുറ്റപ്പെടുത്തലിനുള്ള മറുപടിയായിട്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീർപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ, ഖദറുണ്ടോയെന്ന് ചോദിച്ചാൽ ഖദറുണ്ട്. ഈ ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമല്ലല്ലോ. ആധുനിക ശാസ്ത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറഞ്ഞുള്ളത്? ജബ്ബാർ എന്താ പറയാത്തത്? അപ്പോൾ ദൈവത്താണ് നിഷേധിക്കുക, എന്നിട്ട് ശാസ്ത്രം മാത്രം എടുക്കുക. ദൈവമല്ല, പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്നും ശാസ്ത്രമാണ് എല്ലാ പുരോഗതിക്കും കാരണം എന്നും പറയാം. എന്നാൽ ശാസ്ത്രം മനുഷ്യൻ്റെ ജന്മത്തെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാട് ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് പറയാൻ ജബ്ബാർ ധൈര്യപ്പെടുമോ? അവിടെ ജബ്ബാർ ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ആവർത്തിച്ച്. ഈ വെല്ലുവിളി ജബ്ബാറിനും ബാധകമാണ്. ജബ്ബാർ ഇത് പറയാൻ മനുഷ്യൻ്റെ DNA അത് എത്ര വലിയ ഒരു ഗ്രന്ഥമാണ്, എത്ര വാല്യങ്ങൾ എഴുതിയാലാണ് അതിൽ പറഞ്ഞ പരാമർശങ്ങൾ തീരാന്നുള്ളത് ആധുനിക ശാസ്ത്രം അത് സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ജബ്ബാറിന് ഇതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ്റെ A മുതൽ Z വരെയുള്ള എല്ലാ സംഗതികളെ സംബന്ധിച്ചും ആധുനിക ശാസ്ത്രം പറയുന്നതും ഖുർആൻ ഹദീസും ഒക്കെ പറയുന്നതും ഒരു കാര്യമാണ്. ഖുർആനും ഹദീസും അത് അള്ളാഹുവിലേക്ക് ചേർക്കുന്നു. ആധുനിക ശാസ്ത്രം അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് ചേർത്ത് പറയുന്നു. യുക്തിവാദികളും അത് തന്നെ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ യഥാർത്ഥത്തിലൊരു വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് വസ്തുത. മനുഷ്യൻ്റെ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്നുള്ളത് മനുഷ്യനറിയില്ല. ഇത് മനുഷ്യൻ്റെ ഈ ധാർമ്മിക ജീവിതവും പരലോക ജീവിതവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള സംഗതിയുമല്ല. അപ്പോൾ മനുഷ്യന് ഭക്ഷണം കിട്ടണം, എന്നാൽ ഭക്ഷണമൊക്കെ അള്ളാഹു ഏറ്റിട്ടുമുണ്ട്. ഇത് രണ്ടും കൂടി വൈരുദ്ധ്യമല്ലേ എന്ന് ജബ്ബാറിന് ചോദിക്കാം. പക്ഷേ മനുഷ്യന് എപ്പോഴാണ് ഭക്ഷണം കിട്ടുക, അവൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഭക്ഷണം എത്തുക എന്നുള്ളതും അത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഭക്ഷണം നൽകാമെന്ന് തീരുമാനിച്ച ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം, അത് തേടിപ്പോകണം. അല്ലാതെ ഒരുത്തന് റൂമിൽ കുത്തിയിരുന്നിട്ട് എനിക്കെൻ്റെ ഭക്ഷണം അള്ളാഹു ഏറ്റിട്ടുണ്ട് അതിങ്ങോട്ട് വന്നുകൊള്ളുമെന്ന് വിചാരിച്ചാൽ ആ ഭക്ഷണം എത്തൂല. അപ്പോൾ ഈ രണ്ട് തീരുമാനവും അള്ളാഹിൻ്റെ തന്നെയാണ്. ഭക്ഷണം വേണോ വേണ്ടത് തീരുമാനിക്കേണ്ടതും ഈ മനുഷ്യനാണ്. വേണമെങ്കിൽ അയാൾ അതിനു വേണ്ടി അധ്വാനിക്കണം, വേണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പട്ടിണി കിടന്ന് മരിക്കാം. അല്ലാതെ അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കില്ല. ഇത് വൈരുദ്ധ്യമല്ല, ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഈ നിശ്ചയത്തെ മറികടക്കുക എന്നുള്ളത് മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ്. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ വഴിതെറ്റുന്നത് എന്ന് മാത്രമല്ല അവൻ്റെ നാശം പോലും സംഭവിക്കണമെന്നുള്ളതാണ്. ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും അവസ്ഥ പറഞ്ഞത്.
പിന്നെ മനുഷ്യന് പിടികിട്ടാത്തൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ഖദറുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഈ പരാമർശങ്ങളെന്ന് പറയുന്നത്. കാരണം സർവജ്ഞനായിട്ടുള്ള പിന്നെ ത്രികാലജ്ഞനായിട്ടുള്ള അള്ളാഹു ദൈവം അവനെന്ത് തീരുമാനിച്ചു എന്ന് മനുഷ്യന് ഇവിടെ വെച്ചിട്ട് ഒരിക്കലും പിന്നെ തീരുമാനിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അള്ളാഹു ചെയ്തിട്ടുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച്, തീരുമാനിച്ച സംഗതിയെ സംബന്ധിച്ച് എത്ര ധൈര്യത്തിലാണ് പിന്നെ ജബ്ബാർ കള്ളക്കഥ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അപഹസിക്കുന്നത്. സ്വർഗം നരകം പോലുള്ളതൊക്കെ കള്ളക്കഥകളാണെന്ന് പറയണമെങ്കിൽ ഇവന് അവിടെയൊക്കെ പോയി സഞ്ചരിച്ച് അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ലാതെ തീരുമാനിച്ചിട്ട് വേണ്ടതൊക്കെ പറയണമെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള വല്ല സഞ്ചാരവും ജബ്ബാർ നടത്തിയിട്ടുണ്ടോ? അല്പജ്ഞനായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ ധിക്കാരബുദ്ധിയുമായിട്ട് അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള നിശ്ചയങ്ങളെ സംബന്ധിച്ച് അതിന് കൈകടത്തിയിട്ട് തീരുമാനമെടുക്കുക ചെയ്യണം. അതാണ് ഇവിടെ ജബ്ബാറും ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഖുർആനിൽ ഇതിന് വൈരുദ്ധ്യമുള്ളത് കൊണ്ടല്ല. ഖുർആനിലെ ഓരോ ആയത്തും അവതരിച്ച പശ്ചാത്തലം അത് മനസ്സിലാക്കി അതനുസരിച്ച് ആ സംഗതി പഠിച്ചാൽ ബോധ്യമാവും ഇത് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്നും എന്തിനാണിത് പറഞ്ഞിട്ടുള്ളതെന്നും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് യുക്തിവാദം കൊണ്ട് തിമിരം ബാധിച്ചു പോയിട്ടുള്ള ജബ്ബാറിൻ്റെ ആളുകൾക്കുണ്ടാവാത്തത് കൊണ്ട് അവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടായത് കൊണ്ടല്ല. അപ്പോൾ അവർക്ക് അത് ഖുർആനിൻ്റെ ഈ വസ്തുത മനസ്സിലാക്കാനുള്ള കഴിവ് യോഗ്യത അവർക്കില്ല എന്നുള്ളതാണ് ജബ്ബാർ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.